ഗോത്രത്തിന്റെ പരിസരത്ത് പോയി ഒരു പുല്ല് തിന്നതിന്റെ പേരിൽ ബസൂസ് യുദ്ധം 40 കൊല്ലമാണ് നീണ്ടു നിന്നത്. അത്രമാത്രം ദുഷിച്ചുപോയവർ സമൂഹം. ഉഖാലയിലും ദുൽമജാസിലും മജന്നായിലും മൽപിടുത്തത്തിലും പഞ്ചഗുസ്തിയിലും അന്യന്റെ പല്ലടിച്ചു പൊട്ടിക്കുന്നതിലും വാൾ തലപ്പി വീശി അന്യന്റെ തല കതിർമണികൾ അറിഞ്ഞെടുക്കുന്ന പോലെ അറിഞ്ഞെടുത്തിരുന്ന ഒരു സമൂഹമായിരുന്നു ആ സമൂഹം. പിന്നീട് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ പൂജന്തികയിൽ നിന്ന് സംസ്കാരത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് അവരെ കൈപ്പിടിച്ച് ഉയർത്തിയ ഘടകം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് പിന്നീട് അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് വസാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അവരും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു വറദൂ അൻഹു എന്ന് ലോകാവസാനം വരെയുള്ള മുസ്ലിം സമുദായം പറയണമെന്നാണ് ഇസ്ലാമിക ചട്ടക്കൂടിൽ ജീവിക്കുന്ന ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം അവർ ഉയർന്നു പോന്നു, അത്രമാത്രം അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ കുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ. നരകത്തിന്റെ വക്കിലായിരുന്നു അവർ, നരകത്തിലേക്ക് എത്തിയിരുന്നു അവർ. ഫഅൻഖദകും മിൻഹാ. അവരെ നാമാണ് രക്ഷപ്പെടുത്തിയത് എന്ന്. അല്ലേ, അത്രമാത്രം ദുഷിച്ചുപോയവർ സമൂഹം. പിന്നീട് അവർക്ക് മാറ്റമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വന്നു. എന്തുമായിട്ടാണ് അവർ കടന്നു വന്നത്? വിശുദ്ധ ഖുർആൻ എന്ന ആയുധവുമായിട്ടാണ് റസൂലുള്ളാഹി അവർക്കിടയിൽ കടന്നു വന്നത്. വല്ലദീ ബഅത ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അക്ഷരജ്ഞാനമില്ലാത്ത അനക്ഷരനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വരികയും എന്നിട്ട് അവരെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബുകളും ഹിക്മത്തുകളും അവരെ പഠിപ്പിക്കുകയും വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതേ, ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് മാറ്റം സംഭവിച്ചത് എന്താണ്? എന്തിലൂടെയാണ് അവർക്ക് മാറ്റം സംഭവിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അവർ നെഞ്ചിലേറ്റു എന്നതിന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വന്നുകൊണ്ട് എങ്ങനെയാണ് റസൂൽ കടന്നു വരുന്നത്? അനാഥത്വത്തിന്റെ മുഴുവൻ കൈപ്പുനീരുകളും മുഴുകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കടന്നു വരുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ട് 6ാമത്തെ വയസ്സെത്തിയപ്പോഴേക്കും മാതാവിന്റെ തണലും നഷ്ടപ്പെട്ട് തികച്ചും അനാഥത്വത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. അലിമ എന്നൊരു സ്ത്രീയുടെ അതേ പുകയും കഷ്ടപ്പാടുകളും നിറഞ്ഞ വീട്ടിൽ വളർന്നു വരികയായിരുന്നു. 40 കൊല്ലത്തോളം അവർക്കിടയിൽ അൽ അമീൻ എന്ന അപരനാമത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടു. സത്യസന്ധനാണെന്ന് വിളിച്ച് സകലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചു, ആദരിച്ചു. പക്ഷേ 40ാമത്തെ വയസ്സെത്തിയപ്പോഴേക്ക് അദ്ദേഹം അവരുടെ കണ്ണിലെ കരടായി തീരുകയാണ്. അദ്ദേഹം അവരുടെ ശത്രുവായി തീരുകയാണ്. എന്തിന്റെ പേരിൽ? ആ നാട്ടിലെ നിലവിലുണ്ടായിരുന്ന ഭരണം തട്ടിയെടുത്ത് ഒരു പ്രതിവിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടല്ല, ആ നാട്ടിലെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ഒരു സത്യസന്ദേശം അവർക്കിടയിൽ വിളിച്ചു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അവർക്കിടയിൽ പ്രചരിപ്പിച്ചു. അത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, അത് പറഞ്ഞതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീടുള്ള മക്കയിലെ ജീവിതം ദുരിതപൂർണമായി തീർന്നത്, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായി തീർന്നത്, നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്, സഹാബക്കൾക്ക് നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്, പിന്നീട് ബദർ യുദ്ധമായത്, ഉഹുദ് ഉണ്ടായത്, ഖന്തഖ് ഉണ്ടായത്, ഖൈബർ ഉണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ദഅവത്തിലൂടെ ചെല്ലുമ്പോഴാണ് അവർക്ക് അത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുകൾ ഉണ്ടാകേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ പ്രബോധനം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ശത്രുക്കളെ വിദ്വേഷം ഉണ്ടാക്കുവാണോ, ശത്രുക്കൾക്ക് അസൂയ പകരുവാണോ അല്ല ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ നിയ്യത്ത്, നമ്മുടെ മനസ്സിലെ വിച്ച, നമ്മുടെ മനസ്സിലെ അതേ സൂക്ഷ്മത, അത് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ നിയ്യത്തിനനുസരിച്ചായിരിക്കണം പ്രതിഫലം നൽകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നമൽ അഅമാലു ബിന്നിയ്യ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി
റസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ അലൈഹി. ഓരോരുത്തരുടെയും പ്രവർത്തനം അവനവന്റെ നിയ്യത്തിനനുസരിച്ചാണ്. ആ നിയ്യത്ത് ശരിയായാൽ, നിയ്യത്ത് അല്ലാഹുവിനും അവന്റെ റസൂലിനുമായാൽ അത് അല്ലാഹുവിനും അവന്റെ റസൂലിനായിരിക്കും. അല്ലാതെ ദുനിയാവ് നേടിയെടുക്കാൻ, ഈ ദുനിയാവിന്റെ പല പലവകൾ കണ്ട് ആ ദുനിയാവ് നേടിയെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നിയ്യത്തിനെ ശരിപ്പെടുത്തേണ്ടത്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആത്മാർത്ഥത കൊണ്ടല്ലാതെ എന്നെ ആരാധിക്കുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതേ, ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകി യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ഭംഗിയിലേക്കോ അല്ലാഹു നോക്കുന്നില്ല, മറിച്ച് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയശുദ്ധിയാണ്, ഹൃദയത്തിന്റെ നിയ്യത്താണ്. അതാണ് അല്ലാഹു നിങ്ങളിൽ നിന്ന് പരിഗണിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അലാ ഇന്ന ഫിൽ ജസദ മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകട്ടയുണ്ട്. ആ മാംസകട്ട നന്നായാൽ ശരീരം മുഴുവനും നന്നായി, ആ മാംസകട്ട ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അറിയുക, അത് നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയ ശുദ്ധീകരണമാണ് സലഫികളെ, മുജാഹിദുകളെ നമുക്കുണ്ടാകേണ്ടത്. ഇത്തരത്തിലുള്ള സമ്മേളനം നടത്തുമ്പോ ഞങ്ങൾ തിരക്കേടില്ല എന്ന് ആളുകളെ കാണിക്കാനല്ല, അതേ ശത്രുക്കളെ വിദ്വേഷം പകർത്താനല്ല. ഇത് അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ശിർക്കിലായവരെ തൗഹീദിലേക്ക് വിളിക്കണമെന്ന സന്ദേശമാണ് നമ്മൾക്ക് ഇതിൽ നിന്നുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം വളരെ പ്രാധാന്യമായി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. എന്താണ്? അതേ, ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, മൂന്നാളുകൾ യുദ്ധം ചെയ്യുകയാണ്. ഒരാൾ യുദ്ധം ചെയ്യുന്നത് തന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നത് തന്റെ പൗരുഷം കാണിക്കാനാണ്, മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നത് ആളുകളെ കാണിക്കാനാണ്. ഈ മൂന്നാളുകളിൽ ആരാണ് റസൂലേ അല്ലാഹുവിനും അവന്റെ റസൂലിനും യുദ്ധം ചെയ്യുന്നത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, അല്ലാഹുവിന്റെ കലിമത്ത് സ്ഥാപിക്കാൻ ആരാണോ യുദ്ധം ചെയ്യുന്നത് അവന്റെ യുദ്ധമാണ് അല്ലാഹുവിനുള്ള യുദ്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗൗരവമായി മനസ്സിലാക്കുകയും അതേ നല്ല രീതിയിൽ പോവുകയും ചെയ്യുക. എന്റെ സമയം ഇവിടെ അവസാനിക്കാനായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും, അല്ലെ? നമുക്കൊക്കെ മരണമുണ്ട്, എല്ലാവരും മരിച്ചു പോകും. മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടും. ആയതിനാൽ ഭീകരമായ കത്തിജ്വലിക്കുന്ന തീജ്വാലയുടെ അഗ്നിനാളങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ സുഖാനുഭവത്തിന്റെ വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം എന്ന് അല്ലാഹു ദാറുസ്സലാം എന്ന് വിശേഷിപ്പിച്ച ആ സ്വർഗ പൂങ്കാവനത്തിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് മതം, അതിനാണ് വിശുദ്ധ ഖുർആൻ, അതിനാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനുമായി ഈ ലോകത്തേക്ക് കാരുണ്യവാനായി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കർമ്മത്തിന്റെ ആധർമ്മ പാതയിലൂടെ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ കൃത്യമായ വിശുദ്ധ ഖുർആനും നബിചര്യയും എന്ന സിലബസിലൂടെ ജീവിതമെന്ന പരീക്ഷയിലൂടെ വിശകലനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അലസതയും അശ്രദ്ധയും അവഗണനയും നമുക്ക് പാടുള്ളതല്ല. അതേ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുളികൾ നമ്മെ മാടി വിളിക്കുമ്പോൾ ബാങ്കുവിളി കുത്തകം നൽകി പള്ളിയിലേക്ക് കയറി ചെല്ലേണ്ടതുണ്ട്, നമസ്കരിക്കേണ്ടതുണ്ട്, പുണ്യങ്ങൾ വാരിക്കൂട്ടേണ്ടതുണ്ട്, പാപമോചനങ്ങൾ തേടേണ്ടതുണ്ട്. അനുവദനീയമായ സമ്പത്തിന്റെ ശുദ്ധീകരണമായ സക്കാത്ത് കൃത്യമായി സംഘടിതമായി കൊടുക്കേണ്ടതുണ്ട്. റമദാൻ മാസങ്ങളിൽ ശുദ്ധിയും ഭക്തിയും നിറഞ്ഞ നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി ജീവിതത്തിൽ എന്തെന്ത് പ്രയാസം വന്നാലും, എന്തെന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്തെന്ത് വ്യസനങ്ങൾ വന്നാലും ലോകതമ്പുരാനായ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാവൂ. അവരോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവരോട് മാത്രമേ ദുആ ഇറക്കാവൂ, അവരോട് മാത്രമേ സഹായം ചോദിക്കാവൂ. ഇതാ മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മധുര മനോഹരമായ ലളിത സുന്ദരമായ ഏകദൈവാരാധന, ആ ഏകദൈവാരാധനയിലേക്കാണ് നാം മടങ്ങേണ്ടത്. ബിംബമില്ലാത്ത, ചാരമില്ലാത്ത, മഖാമുകളില്ലാത്ത, മണ്ഡപങ്ങളില്ലാത്ത, പുണ്യപുഷ്പങ്ങളില്ലാത്ത, പ്രതിഷ്ഠകളില്ലാത്ത, ചിത്രങ്ങളില്ലാത്ത സാക്ഷാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഏകദൈവത്തിലേക്ക് മടങ്ങുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. യാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാത്ത് വതദ്ഉനനി ഇലൻ നാർ. എന്റെ സമൂഹമേ, നിങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണ്, വിജയത്തിന്റെ മാർഗത്തിലേക്കാണ്, ശിർക്കിന്റെ കോട്ടകൊത്തലകളിൽ നിന്ന് തൗഹീദിന്റെ സുന്ദരമായ ഭൂമിയിലേക്കാണ്. ആ തൗഹീദിലേക്ക് മടങ്ങുമ്പോഴാണ്, അതിനാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അവൻ സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവൻ സദാസമയം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതേ തെറ്റായ നോട്ടവും സംസാരവും കൈമാറ്റവും എല്ലാം നിർത്തേണ്ടതുണ്ട്. അതേ വിചാരങ്ങളും അതെല്ലാം നിർത്തേണ്ടതുണ്ട്. നമ്മുടെ മദ്യപാനവും അതേപോലെ തന്നെ മയക്കുമരുന്നും പാൻ പരാഗമടക്കമുള്ള സകലതും ഒഴിവാക്കേണ്ടതുണ്ട്. പെൺകുട്ടികളുമായുള്ള അവിഹിതമായ ബന്ധങ്ങൾ ആൺകുട്ടികൾ മറിച്ചും ഒഴിവാക്കേണ്ടതുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, സിനിമയും സീരിയലുകളും ഒപ്പനകളും അതേപോലെ റിയാലിറ്റി ഷോകളും നമ്മുടെ മനസ്സുകളെ ദുഷിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചൂഷണത്തിന്റെ പൈശാചിക രൂപമായ ലോട്ടറിയും പലിശയും അതേപോലെ തന്നെ സ്ത്രീധനവും എല്ലാം വാങ്ങി അത് തിന്നു വയറു വീർപ്പിച്ച് നടക്കുന്ന ഒരു സമൂഹം ഇവിടെ, ഒരവസ്ഥാവിശേഷം ഇവിടെ സംജാതമാണ്. ഇവിടെ ആരെയും ചതിക്കപ്പെടരുത്, ആരും വഞ്ചിക്കപ്പെടരുത്, ആരും അതേ ചൂഷണത്തിന് ഇരയാവരുത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ലോകൈകനാഥനായ തമ്പുരാന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കൊക്കെ നിൽക്കാനുണ്ട്. വലഖദ് ജിഅ്തുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്കായി റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടം, നഗ്നരായി, ശരീരത്തിൽ ഒരു നൂലിന്റെ കഷ്ണം പോലും ഇല്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഘട്ടം. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവമായി ചിന്തിക്കൂ, ഗൗരവമായി ആലോചിക്കൂ, പഠിക്കുക. അതേ വിശുദ്ധ ഖുർആൻ വായിക്കുക, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ വായിക്കുക. വിശുദ്ധ ഖുർആൻ മാത്രം വായിച്ചാൽ പോരാ, അതിന്റെ പരിഭാഷകൾ കൂടി നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ കന്നഡ പരിഭാഷ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. അത് വായിക്കണം നമ്മൾ. അതേ ഇതിന് എതിർ നിൽക്കുന്നവരോട്, ആ വിശുദ്ധ ഖുർആനിൽ ദുർവ്യാഖ്യാനമുണ്ട് എന്ന് പറയുന്നവരോട് നിങ്ങൾ മനപ്രയാസമുണ്ടരുത്, നിങ്ങൾ സ്വപ്നം കാണരുത്. അതെ, ഇതിനെ തകർക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും അറിയുക, ഇത് ഹിസ്ബുള്ളയാണ്, ഇത് അല്ലാഹുവിന്റെ കക്ഷിയാണ്. ഇതിനെ തകർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന, അല്ലാഹു സ്നേഹിക്കുന്ന, പ്രവാചകന്റെ സുന്നത്തെടുക്കുന്ന, സഹാബത്തിന്റെ സച്ചരിതകൾ എടുക്കുന്ന, നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നീതിബോധത്തോടെ പ്രവർത്തിക്കണം. നമ്മൾ അനീതിയുടെ വക്താക്കളോട് സബാതു യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 വിഭാഗം അർശിന്റെ തണൽ ലഭിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതേത് വീടിന്റെ നേതാവ്, നാടിന്റെ നേതാവ്, സമൂഹത്തിന്റെ നേതാവ്, പ്രസ്ഥാനങ്ങളുടെ നേതാവ്, അനുയായികൾ എന്നൊക്കെ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും നബിചര്യയും അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതെ, ഒരു പ്രസ്ഥാനം നന്നായാൽ സമൂഹമാണ് നന്നാകുന്നത്, ഒരു രാഷ്ട്രം നന്നായാൽ സമൂഹമാണ് നന്നാകുന്നത്, ഒരു പെണ്ണ് നന്നായാൽ ഒരു കുടുംബമാണ് നന്നാകുന്നത്. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും കൊണ്ടും കൊടുത്തും ജീവിക്കുക, നല്ല രീതിയെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും സകല ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.